അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സോൾഡിന്റെ ക്വസ്റ്റ്യൻ എഴുതുകയാണ്. അപ്പോൾ സോൾഡിന്റെ ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ ഇൻക്ലൈൻഡ് ടു ബോത്ത് HP ആൻഡ് VP ചോദിക്കില്ല. എന്തുകൊണ്ടായിരിക്കും? ഇൻക്ലൈൻഡ് ടു ബോത്ത് HP ആൻഡ് VP ചോദിക്കുകയാണെങ്കിൽ 3 സെറ്റ് ഫിഗർ അവിടെ തന്നെയായി. വീണ്ടും ഒരു ഫിഗർ വരയ്ക്കാനുള്ള സ്പേസ് നമുക്ക് ഉണ്ടാവില്ല. ഇൻക്ലൈൻ ടു 1 പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതുക. എ പെന്റഗണൽ പിരമിഡ് base edge 30, height 60, resting on one of its base edge on HP such that axis is inclined 60 degree to HP. 60 degree to HP and parallel to VP. അതേ ചോദിക്കുകയാണെങ്കിൽ ഇതുവരെ ചോദിച്ചില്ല. പാരലൽ ടു VP. ഡ്രോ 3 വ്യൂസ്. അങ്ങനെ ചോദിക്കാൻ സാധ്യത. എന്താ ഈ 3 വ്യൂസ്? 3 വ്യൂസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ. ഓർ അല്ലെങ്കിൽ ഡ്രോ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് LSV, ലെഫ്റ്റ് സൈഡ് വ്യൂ ഓർ റൈറ്റ് സൈഡ് വ്യൂ. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക. ഡ്രോ ദ 3 വ്യൂസ്, അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് സൈഡ് വ്യൂ, ഓർ ഡ്രോ സ്പെസിഫിക് ആയിട്ട് പറയും ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് ലെഫ്റ്റ് സൈഡ് വ്യൂ, ഓർ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് റൈറ്റ് സൈഡ് വ്യൂ. അപ്പോൾ നമ്മളിവിടെ ഡ്രോ ദ 3 വ്യൂസ് ലെഫ്റ്റ് സൈഡ് വ്യൂ ആയിട്ട് എടുക്കുന്നു. കാരണം ഒന്നും പ്രത്യേകിച്ച് റൈറ്റ് സൈഡ് വ്യൂ പറഞ്ഞാൽ മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം റൈറ്റ് സൈഡിൽ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, സ്പേസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്പേസ് നോക്കുക. ആദ്യം എന്ത് വരയ്ക്കുന്നു? x1 y1 എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. xy എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. ഇനി പെൻറ്റഗൺ വരയ്ക്കുക. ഞാൻ റഫായിട്ട് വരയ്ക്കാം. പെൻറ്റഗണൊക്കെ എടുത്ത് വരയ്ക്കുമ്പോൾ സമയം പോവും. റെസ്റ്റിംഗ് ഓൺ എഡ്ജ് ആണ്. അപ്പോൾ എഡ്ജ് XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് പെൻറ്റഗൺ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, പിരമിഡ് ആയതുകൊണ്ട് അതിൻ്റെ സെൻറ്റർ കണ്ടെത്തിയതിന് ശേഷം ഇത് വരയ്ക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നെയിം ചെയ്യാം. ഞാനിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ A, B, C, D ആൻഡ് E. ഇനി പ്രൊജക്ടേഴ്സ് വരയ്ക്കണം. പ്രൊജക്ടേഴ്സ് തിൻ ലൈൻ യൂസ് ചെയ്ത് പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. ഓക്കെ, ഇത് രണ്ടും ഒരു ലൈനിലായിരിക്കണം. ഇത് ആക്സസിൻ്റെ ലൈൻ, ഇത് ഈ ലൈൻ. ഓക്കെ, ആക്സസ് 60 mm ലോങ് ലൈൻ വരയ്ക്കുന്നു. ആക്സസ് വരയ്ക്കുന്നു. ചെയിൻ ഇൻ സിംഗിൾ ഡാഷ് യൂസ് ചെയ്തു. ചെയിൻ ഇൻ സിംഗിൾ ഡാഷ് യൂസ് ചെയ്ത് ആക്സസ് വരയ്ക്കുന്നു. അതിനുശേഷം അപ്പെക്സ് ലൊക്കേറ്റ് ചെയ്യുന്നു. അപ്പെക്സ് ലൊക്കേറ്റ് ചെയ്തതിനു ശേഷം ഇത് ജോയിൻ ചെയ്യാം. ഈ പോയിന്റ്സ് ആദ്യം മാർക്ക് ചെയ്യുക. ഏതൊക്കെയാണ്? ഇത് A ഡാഷ്, ഇത് B ഡാഷ്, E ഡാഷ്, ഇത് C ഡാഷ്, D ഡാഷ്, ഈ പോയിന്റ് O ഡാഷ്. ഇനി ലൈൻ ജോയിൻ ചെയ്ത് വരയ്ക്കുക. O ഡാഷ്, A ഡാഷ് വരയ്ക്കുന്നു. O ഡാഷ്, C ഡാഷ്, D ഡാഷ് വരയ്ക്കുന്നു. O ഡാഷ്, B ഡാഷ്, E ഡാഷ് വരയ്ക്കുന്നു. ബേസ് എഡ്ജസും ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യണം? ആക്സിസ് ഈസ് ഇൻക്ലൈൻ 60 ഡിഗ്രി ടു HP. ഓക്കെ, അപ്പോൾ 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ആക്സിസ് വരച്ച് ഇതിനെ മാറ്റിക്കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടത്? ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റിൽ C1 ഡാഷ് D1 ഡാഷ് വരുന്ന രീതിയിൽ വരയ്ക്കണം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഞാൻ എന്തെടുക്കുന്നു? ആക്സസ് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ബേസ് എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ഞാൻ വരയ്ക്കുന്നു കേട്ടോ. എളുപ്പത്തിന് വേണ്ടി വരയ്ക്കുകയാണ്. നിങ്ങളത് കറക്റ്റ് തന്നെ എടുത്ത് വരയ്ക്കുക. അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ വരച്ചിട്ടോ എങ്ങനെയോ ഇതിനെ മാറ്റി വരയ്ക്കുക.
ഏകദേശം ഇവിടെ സെൻട്രൽ ലൈൻ വരും, ഏകദേശം ഈ ഹൈറ്റ്. ഇങ്ങനെ വരുമ്പോൾ ഈ ആംഗിളാണ് 60 ഡിഗ്രി. ഈ ആംഗിൾ 60 ഡിഗ്രി വരണം. ഈ ആംഗിൾ 60 ഡിഗ്രി വരുന്ന രീതിയിൽ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഈ പോയിന്റ് A1' ആയിരിക്കും. പിന്നെ ഇവിടെ B1', E1' കിട്ടും. ഇവിടെ എവിടെയോ ഇവിടെ O1' കിട്ടിയെന്ന് കരുതുന്നു. ഓക്കെ, ഇനി സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. പെർഫെക്റ്റ് ഒന്നല്ല കേട്ടോ, റഫായി വരയ്ക്കുകയാണ്. സെയിം സൈസും ഷേപ്പൊന്നും കിട്ടിയിട്ടില്ല ഇവിടെ, ഇത് ചെറുതായി പോയിട്ടുണ്ട്. ഓക്കെ, ഇത് വരയ്ക്കുക. ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂവിന് വേണ്ടി പ്രൊജക്റ്റ് ചെയ്യുന്നു, താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓരോ പോയിന്റ്സും താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അപ്പെക്സും താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഈ സെൻറ്റർ ഇവിടെ കിട്ടി. ജോയിൻ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. പോയിന്റ്സ് ഏതൊക്കെയാണ്? ഇത് O1, ഇവിടെ ഒരു ലൈൻ വരയ്ക്കാൻ പറ്റും. ഇവിടെ ഇത് C1, D1, പിന്നെ ഇവിടെ E1, ഇവിടെ A1, ഇവിടെ B1. ഇത് ബേസ് ഇൻവിസിബിൾ ആയതുകൊണ്ട് ബൗണ്ടറി മാത്രം തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുന്നു. വിസിബിൾ, വിസിബിൾ. ഓക്കെ, ഇനി സോറി മാറിപ്പോയി. ഇവിടെ എന്താ B1? ഇതല്ല, B1 താഴെയല്ലേ വരിക? B1 എവിടെ വരിക? ഇവിടെയാണ് വരിക, കാരണം ബിന്ന് വരുന്ന ലൈൻ ഇതല്ലേ. ഇതാണ് B1. ഇനി സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇത് ഡാഷ് ലൈൻ ആയിരിക്കും, ഡാഷ് ലൈൻ ആയിരിക്കും, ഡാഷ് ലൈൻ ആയിരിക്കും. ഇത് വിസിബിൾ. ഇതിവിടെ ഇങ്ങനെയാണ് വരിക കേട്ടോ, തെറ്റ് ചെയ്തുകൊണ്ടാണ് പോയിന്റ്. ഓക്കെ, ഇനി ഇത് വിസിബിളിനെ ക്രോസ് ചെയ്യുന്നുണ്ട്, ഇത് വിസിബിൾ. ഓക്കെ, ഇതൊക്കെ ഇൻവിസിബിൾ. ഈ വരച്ച് ഇതിൻ്റെ മിസ്റ്റേക്കാണ്, നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് കിട്ടും. ഇതൊക്കെ ഡാഷ് ലൈൻ യൂസ് ചെയ്ത് ഇവിടെ എങ്ങനെയാണ് വരുന്നത് അറിയില്ല. ഡാഷ് ലൈൻ യൂസ് എടുക്കാൻ, ഡാഷ് ലൈൻ യൂസ് എടുക്കുക. പുറത്തെ ലൈൻ ഡാഷില്ലേ, ഇത് ഡാഷ് ലൈൻ അല്ല. ഓക്കെ, ഇങ്ങനെ വരച്ച് കഴിഞ്ഞു. ഇനി സൈഡ് വ്യൂ, അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സൈഡ് വ്യൂ വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ X1, Y1 വരയ്ക്കും. ഓക്കെ, X1, Y1 വരച്ചിട്ട് ഇത് വളഞ്ഞു പോയി. സൈഡ് വ്യൂ വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. ഇൻ കേസ് ഇങ്ങനെ സൈഡ് വ്യൂ ചോദിക്കുകയാണെങ്കിൽ X1, Y1 വരയ്ക്കുക. ഓരോ പോയിന്റ്സിനെയും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വെക്കുക. എവിടെയാണ് വരുന്നത് നമുക്കറിയില്ല. A, അതേപോലെ B, സെൻട്രൽ ലൈൻ. ഓക്കെ, ഇനി ഓരോ പോയിന്റിനും ഇവിടത്തേക്കും വരയ്ക്കുക. കോമ്പോസ് വെച്ച് ഇതെല്ലാം വരയ്ക്കാൻ പണിയായിരിക്കും, ഞാൻ കോമ്പോസ് ഒഴിവാക്കിയിട്ടാണ് വരയ്ക്കുന്നത്. C, എല്ലാ പോയിന്റ്സും എത്തി. ഇനി എന്ത് വരയ്ക്കുക? 45 ലൈനോ അല്ലെങ്കിൽ ആർക്കോ വരയ്ക്കുക ഓരോന്നും. എനിക്ക് തോന്നുന്നു 45 ഡിഗ്രി ലൈൻ വരയ്ക്കുന്നതായിരിക്കും എനിക്ക് എളുപ്പം. അല്ലെങ്കിൽ നിങ്ങൾ ആർക്ക് വരയ്ക്കുക. അതായത് ഞാൻ റഫായിട്ട് ചെയ്യുകയാണെങ്കിൽ റഫായിട്ട് ചെയ്യാം, അങ്ങനെ കുഴപ്പമില്ല. ഇത് സെൻറ്ററായിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു, ഇവിടെ ആർക്ക് വരയ്ക്കുന്നു, ഇവിടെ ആർക്ക് വരയ്ക്കുന്നു, ഇവിടെ ആർക്ക്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയിരിക്കുന്ന ഓരോ പോയിന്റിൽ നിന്നും മുകളിലോട്ടേക്ക് പ്രൊജക്ടർ വരയ്ക്കുക. ഇത് ഏതിൽ വരുന്ന? ഇയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ എവിടെയുള്ളത്? ഇവിടെയാണ്. അപ്പോൾ ഇവിടെ വരയ്ക്കുക. ഓക്കെ, ഇത് ഡിയിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, ഡി എവിടെ ആണ് വരുന്നത്? ഇവിടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡി ഇവിടെ തന്നെയാണ്. അടുത്തത് രണ്ടെണ്ണം ഉണ്ട്, ഒയും എയും.
എ എവിടെയാണ്? എ ഇവിടെയാണ്. ഓയോ മുകളിലാണ്. അപ്പോൾ രണ്ടും വേണം. ഒരു പോയിന്റ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, അടുത്ത ഇത് നോക്കുക. ഇത് നിന്ന് വരുന്നതാണ് സിയിൽ നിന്ന് വരുന്നതാണ്. സി എവിടെയാണ്? സി ഇവിടെ തന്നെയാണ്. അടുത്ത വരുന്നത് ബിയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ബി എവിടെയാണ് വരുന്നത്? ബി ഇവിടത്തേക്ക്. അപ്പോൾ ഇവിടം വരെ പ്രൊജക്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഓരോ പോയിന്റ്സും മാർക്ക് ചെയ്യാം. ഓക്കെ, ഏതൊക്കെയാണ്? ഇവിടെ ഒരു പോയിന്റ് ഫസ്റ്റ്, സോറി അവിടെ പോയിന്റ് ഉണ്ടോ? ഇ, അവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതാണ് ഇത് ഇ ഡബിൾ ഡാഷ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതാണ് അതേതാ? ഡി ഡബിൾ ഡാഷ്. അടുത്തത് ഇവിടെ എ, എ ഇവിടെയാണ്, എ ഡബിൾ ഡാഷ്. ഇത് ഒ ഡബിൾ ഡാഷ്. അടുത്ത ഇതിൽ നിന്ന് വരുന്നത് ഇത് സി ഡബിൾ ഡാഷ്. ഇനി ഇവിടെ, ഇവിടെ അല്ല, ഇവിടെ ബി ഡബിൾ ഡാഷ്. കാരണം ബി ഇവിടെയാണ് വരുന്നത്. ഇങ്ങനെ നോക്കുക, പോയിന്റ് കൊടുക്കുക. ഇനി നോക്കുന്ന ഡയറക്ഷൻ ഇതാണ് അല്ലേ, ഇതിനെയാണ് നോക്കുന്നത്. അപ്പൊ നിയറസ്റ്റ് ആയിട്ട് കാണുക അപ്പെക്സ് ആണോ ബേസ് ആണോ? ഏതാ കാണുക? ബേസ് അല്ലേ കാണുക. അപ്പൊ ബേസ് എന്താണ്? വിസിബിൾ ആണെന്നുള്ള കൺസെപ്റ്റില് എല്ലാ ബേസ് എഡ്ജസും എ ബി സി ഡി ജോയിൻ ചെയ്യുക. ഓക്കെ, എ ബി, ബി സി ഡി, ഡി ഇ, ഇ എ ജോയിൻ ചെയ്യുക. കാരണം എല്ലാം വിസിബിൾ ആണ്. ഈ ഡയറക്ഷൻ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് വരയ്ക്കുമ്പോൾ ഇത് വിസിബിൾ ആയിരിക്കും. റൈറ്റ് സൈഡ് വരയ്ക്കും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് കാണില്ല. അതാ വ്യത്യാസം ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് തമ്മിൽ. ഇനി ഇത് ബൗണ്ടറി, ഇത് ബൗണ്ടറി. ഇനി ജോയിൻ ചെയ്യേണ്ടത് ഇത്, ഇത് വിസിബിൾ. വിസിബിളിനെ ക്രോസ് ചെയ്യുന്ന ഈ ലൈൻ എന്തായിരിക്കും? ഇൻവിസിബിൾ ആയിരിക്കും. ഈ ലൈൻ ഇൻവിസിബിൾ ആയിരിക്കും. ഇതാണ് ഇതിന്റെ ആൻസർ. സൈഡ് വ്യൂ, ഡ്രോ ഇറ്റ്സ് 3 വ്യൂസ് എന്ന് പറഞ്ഞാൽ. ഇതോടുകൂടി നമ്മുടെ എല്ലാ പോർഷനും സോളിഡ്സിൻ്റെ ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു സോളിഡ്സ് ഒരു ടൈപ്പ് പ്രോബ്ലമാണ്, ഐസോമെട്രിക് ക്വസ്റ്റ്യൻ വരുമ്പം എടുക്കും. ഓക്കെ, ഇപ്പോൾ ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇത് അറ്റൻഡൻസ് എല്ലാവരും മാർക്ക് ചെയ്യുക. എന്നിട്ട് വരയ്ക്കേണ്ടവർ വരച്ചോ, അല്ലാത്തവർ എക്സിറ്റ് ചെയ്യാം.